ഹലോ ഗേയ്സ്, ഞാനിന്നിവിടെ ചീര ആഫ്രിക്കൻ മല്ലി വീട്ടിൽ വളർത്തുന്നതേ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതല്ലേ ഈ ചീര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൂവൊക്കെ ഉള്ള ചീര കേട്ടോ. ഞാൻ അതിന് ചീര എന്നാണ് പറയണതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുണ്ടോ, കമൻ്റായിട്ട് പറയുണ്ടോ. നല്ലൊരു ടേസ്റ്റാട്ടോ, പേര് വെക്കാൻ നല്ല ടേസ്റ്റാണിത്. എളുപ്പത്തിലുണ്ടാവും ചെയ്യും. വെറുതെ വെള്ളം എല്ലായിടത്ത് കുഴിച്ചിട്ടാൽ മതി കേട്ടോ, എളുപ്പത്തിൽ പിടിക്കും. ഇതിന്മേൽ നല്ല രസമുള്ള പൂവുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ ചീര അങ്ങനെ കുത്തിയത് കേട്ടോ. ഇതിൽ ഒരു ഗ്രോ ബാഗിൽ ഒക്കെ തേർത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. ചിലത് ഉണ്ടാവാറുള്ളത് ഉണ്ടാവുന്നുണ്ട്. ഇത് പനിക്കൂർക്ക കേട്ടോ. ഇതും ഒരു ഗ്രോ ബാഗിലാണ്. ഇതൊക്കെ നമുക്ക് ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് വീട്ടിൽ. ഇങ്ങനത്തെ നമ്മൾ ഗ്രോ ബാഗിൽ കുഴിച്ചിടുകയാണെങ്കിലേ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് വളപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ ഇതാവും. ഫ്രഷ് സാധനം നമുക്ക് കുട്ടികൾക്ക് വായ്പുണ്ണിനും പിന്നെ നമുക്ക് വയറിൻ്റെ അസുഖത്തിനൊക്കെ പറ്റുന്ന കേട്ടോ. നമ്മൾ എണ്ണ കാച്ചിൽ ഇടുക, പല ഉപയോഗം ഉണ്ട്. തെറ്റ് ജ്യൂസ് അടിച്ചട്ടോ പനിക്കൂർക്കേറ്റ്. ഇത് തുളസി, കൃഷ്ണ തുളസിയാണ്. എൻ്റെ എല്ലാണ്ടില്ലേ എൻ്റെ എല്ലാ ഔഷധ ഗുണമില്ല. തുളസി എല്ലാറ്റിനും പറ്റുന്നതാണ്. പനിക്കും ജലദോഷത്തിനും എല്ലാറ്റിനും പറ്റുന്നതാണ് തുളസി. ചെറിയ കുട്ടികളെയൊക്കെ കുളിപ്പിക്കുമ്പോഴേ ഇതിൻ്റെ 2 ഇല പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളത്തേക്ക് അതിൻ്റെ നീര് കുറച്ച് ഒഴിച്ചാലേ കുട്ടികൾക്ക് ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ വേഗം മാറിക്കിട്ടും. അല്ലേ ഈ ചീരപ്പം ഞങ്ങളേ അടുത്ത വീട്ടിൽ നിന്ന് കൊടുന്ന കേട്ടോ. വെറുതെ കുത്തിയിട്ടുള്ളൂ, എല്ലായിടത്തും കൂടി ഉണ്ടാകുന്നുണ്ട്. വെള്ളച്ചാലിൻ്റെ അവിടെ കുത്തിയപ്പോഴേ വെള്ളം പോകണടുത്ത് ഇങ്ങനെ കുത്തിയപ്പോൾ നിറച്ചുണ്ടാകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഗ്രോ ബാഗിൽ കുത്തിയിട്ടോ. ഇത് ചീര അങ്ങനെ ഉണ്ടായതാണ്. കടയിൽ നിന്ന് കൊടുന്ന ചീര അങ്ങനെ മുളച്ചുണ്ടായതാണ്. ഇതല്ലേ ഇത് നമ്മൾ വിത്ത് പാവുമ്പോൾ ഉണ്ടാവണില്ല കേട്ടോ. ഇങ്ങനെ തൈ കൊടുന്നിട്ട് കുഴിച്ചിടുകയാണെങ്കിൽ ഉണ്ടാവുന്നുണ്ട്. കടയിൽ നിന്നൊക്കെ കൊടുന്നിട്ടേ. ഇതല്ലേ ഇത് ആഫ്രിക്കൻ മല്ലി കേട്ടോ. നമുക്ക് ബിരിയാണിക്കൊക്കെ ഇടാൻ പറ്റും. വെള്ളം തിളപ്പിച്ച് കുടിച്ചാൻ പറ്റും. നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു സാധനം കേട്ടോ ഈ ആഫ്രിക്കൻ മല്ലി. നമ്മൾ ഇറച്ചിയുടെ കൂടെയൊക്കെ ഇറച്ചിയൊക്കെ ഇടുമ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് ഇടുന്നതിന് പകരമായിട്ട് ഇത് കേട്ടോ. നല്ല മല്ലിച്ചപ്പിൻ്റെ മണം ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ മല്ലിച്ചപ്പ് ഇല്ലാതിരിക്കുകയാണെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ടാൻ പറ്റും. നല്ലൊരു മണമാണ്, നല്ലൊരു ഔഷധ ഗുണമുള്ള സാധനം കേട്ടോ. ഇറച്ചിയിലിടാം, നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ കടലക്കറി ഇതൊക്കെ വെക്കുമ്പോൾ ഇടാം. ഇതിൻ്റെ മണം നല്ലൊരു ടേസ്റ്റാണ്. ഞാനിതാ ഇടാറ് കേട്ടോ. മല്ലിയൊക്കെ കടയിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ ആളൊന്നും ഇല്ലെങ്കിൽ ഇത് ഇട്ടാൽ മതി. നല്ല മല്ലിച്ചപ്പാണിത്. ഇതൊന്ന് പിടിച്ച് കിട്ടിയാൽ പിന്നെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിങ്ങനെ പൊട്ടി മുളച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പിന്നെ പോവില്ല. ഒരു തൈ പിടിച്ച് കിട്ടിയാൽ മതി കേട്ടോ. ഇത് മുള്ളൻചീര കേട്ടോ, മുള്ളൻചീര. ഇത് ഞങ്ങളെ റോട്ടിൻ്റെ പക്കത്ത് നിന്ന് എവിടെക്കോ പോയപ്പോൾ കോയമ്പത്തൂർ പോയപ്പോൾ പറിച്ചു കൊണ്ടുവന്ന മുള്ളൻചീരയാണ്. ഇതല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്ത് കണ്ടത്. ഇതല്ലേ ഈ ചീരമ്മ പൂവുണ്ട് കേട്ടോ. 3 വിധം ചീര ഉണ്ട് ഞങ്ങളെ വീട്ടിൽ. ഇതൊരു ചീരയാണ്, പൂവില്ല ചീര. ഇത് ഉപ്പേരി വെക്കാൻ കേട്ടോ നല്ലത്, താളിക്കണിലേറെ. മറ്റതൊക്കെ നമുക്ക് താളിക്കാൻ പറ്റും, താളിപ്പുണ്ടാക്കാൻ പറ്റും. ഈ ആഫ്രിക്കൻ മല്ലി നിങ്ങൾ വീട്ടിലുണ്ടെങ്കിലേ എല്ലാ ഉപയോഗത്തിനും പറ്റും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ്.